Hello everyone, welcome to Sahakari Race Plus. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസെൻറ്ററിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സാൽമണലോസിസ്, ഷിജല്ലോസിസ് ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. സോ അതുപോലെ ഒരു ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആണ് ഡിസെൻറ്ററി. ഇപ്പോൾ ഈ പറഞ്ഞ ഓർഗാനിസംസ് തന്നെ പലപ്പോഴും ഡിസെൻറ്ററി കോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബാക്ടീരിയ കൂടാതെ പാരസൈറ്റ്സ് ഉണ്ടാക്കും. സോ അങ്ങനെ പല തരത്തിലുള്ള ഓർഗാനിസംസ് കോസ് ചെയ്യുന്നതാണ് ഡിസെൻറ്ററി. സോ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പം ഓൾറെഡി പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് സാൽമണലോസിസ്, ഷിജല്ലോസിസ് അത് നമ്മൾ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നില്ല. എന്നാൽ പോലും നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. So dysentery is an intestinal infection characterized by diarrhea containing blood or mucus, usually accompanied by abdominal cramps and sometimes fever. But dysentery എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റസ്റ്റൈനൽ ഇൻഫ്ലമേഷൻ ആണ്. ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് ഡിസെൻറ്ററി എന്ന് പറയുന്നത്. It is characterized by diarrhea containing blood or mucus. ചിലപ്പം ബ്ലഡും മ്യൂക്കസും ഒരുമിച്ച് കാണും, അല്ലെങ്കിൽ ബ്ലഡ്, യൂഷ്വലി ബ്ലഡി ഡയറിയ ആണ് ഡിസെൻറ്ററി എന്ന് പറയുന്നത്. സോ ഡിസെൻറ്ററി ഈസ് ബ്ലഡി ഡയറിയ. അക്കംപനൈഡ് ബൈ, അതിൻ്റെ ഒപ്പം മറ്റ് സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവും, സംടൈംസ് ഫീവറും കാണിക്കും. സോ ഇതാണ് ഡിസെൻറ്ററി എന്ന് പറയുന്നത്. It indicates inflammation and ulceration of ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ അഥവാ കോളൻ്റെ ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ ആൻഡ് അൾസർ ഫോം ചെയ്യുന്നു. സോ ഇൻഫ്ലമേഷൻ ആൻഡ് അൾസറേഷൻ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ അഥവാ കോളൻ ആണ് ഡിസെൻറ്ററിക്ക് കാരണം. It is a major public health concern, especially in developing countries, associated with significant mortality and morbidity in children below 5 years. പ്രത്യേകിച്ചും ചിൽഡ്രൻ ബിലോ 5 years, 5 yearsൽ താഴെയുള്ള കുട്ടികളെയാണ് ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ആവുന്നത്. എല്ലാവർക്കും എഫക്റ്റ് ആവും, എന്നാലും ചിൽഡ്രൻ ബിലോ 5 years, അപ്പോൾ അവർക്ക് എന്തായിരിക്കും? അവർക്ക് കുറച്ചുകൂടി ദേ ആർ മോർ പ്രോൺ ടു ദീസ് ഇൻഫെക്ഷൻസ്. അടുത്തത് WHO ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറിയ. ഡയറിയെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. WHO ക്ലാസിഫൈസ് ഡയറിയ ഇൻടു 3 ക്ലിനിക്കൽ ടൈപ്സ് വിത്ത് ഡിസെൻട്രി ബീയിങ് വൺ ഓഫ് ദം. സോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണ്? ഡിസെൻട്രി ആണ്. സോ WHO ക്ലാസിഫിക്കേഷനിൽ ഡിസെൻട്രിയും ഒന്നായിട്ട് വരുന്നുണ്ട്. സോ ആദ്യം പറയുന്നത് എന്താണ്? അക്യൂട്ട് വാട്ടറി ഡയറിയ. അക്യൂട്ട് വാട്ടറി ഡയറിയ ലാസ്റ്റ് സെവറൽ അവേഴ്സ് ഓർ ഡേയ്സ്, ഇൻക്ലൂഡ്സ് കോളറ. സോ അക്യൂട്ട് വാട്ടറി ഡയറിയയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് കോളറ. ഇപ്പം റൈസ് വാട്ടറി സ്റ്റൂൾ എന്നൊക്കെ പറയുന്നത്. സോ അതിൽ എന്തുണ്ടാവില്ല? ബ്ലഡ് അടങ്ങിയിട്ടുണ്ടാവില്ല. അക്യൂട്ട് വാട്ടറി ഡയറിയ. ദെൻ അക്യൂട്ട് ബ്ലഡി ഡയറിയ. അക്യൂട്ട് വാട്ടറി ഡയറിയയിൽ തന്നെ റോട്ട വൈറസ് അല്ലെങ്കിൽ നോറോ വൈറസ് ഇതൊക്കെ അക്യൂട്ട് വാട്ടറി ഡയറിയ കോസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ കാരണവും ഉണ്ടാവും. യൂഷ്വലി വിബ്രിയോ, കോളറ ഒക്കെ പോലെയുള്ള ഓർഗാനിസംസ് കാരണം എന്ത് ചെയ്യും? അക്യൂട്ട് വാട്ടറി ഡയറിയ ഉണ്ടാവും. സോ ഇവിടെയും ഡീഹൈഡ്രേഷൻ ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്പോൾ പൊതുവെ ഡയറിയയിൽ ഒരു മെയിനായിട്ട് ഫേറ്റൽ ആവാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്താണ്? അവിടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നത് കാരണം അത് പലപ്പോഴും ഫേറ്റലായി മാറാറുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു വാട്ടറി ഡയറിയ ഉണ്ടാക്കാനായിട്ട് നോറോ വൈറസ്, റോട്ട വൈറസ് ഒക്കെ കാരണമാണ്. എന്നാലും ചിൽഡ്രനിൽ കൂടുതലായിട്ടും ഡയറിയ ഉണ്ടാക്കുന്നത് ഏതാണ്? റോട്ട വൈറസ് ആണ് കൂടുതലായിട്ടും ചിൽഡ്രൻ. ഈ നോറോ വൈറസ് കൂടുതലായിട്ടും അഡൽട്സിലാണ്. റോട്ട വൈറസ് ചിൽഡ്രനിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ എൻറ്ററോടോക്സിജനിക് എസ്കരീഷ്യ കോളായി ഉണ്ട്. യൂഷ്വലി ട്രാവലേഴ്സ് ഡയറിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പം യാത്ര ചെയ്യുമ്പം കൂടുതലായിട്ടും ഡയറിയ ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണം അത് ഈ കോള ഇൻഫെക്ഷൻ കാരണമാവും യൂഷ്വലി. അപ്പോൾ അത് എൻറ്ററോടോക്സിജനിക് എസ്കരീഷ്യ കോള ഒരു കാരണമാണ്, ട്രാവലേഴ്സ് ഡയറിയ. സോ ഇതൊക്കെ അക്യൂട്ട് വാട്ടറി ഡയറിയയിൽ വരുന്നതാണ്. അടുത്തത് അക്യൂട്ട് ബ്ലഡി ഡയറിയ. അക്യൂട്ട് ബ്ലഡി ഡയറിയ ആണ് ഡിസെൻറ്ററി എന്ന് പറയുന്നത്. സോ ഡയറിയ വിത്ത് വിസിബിൾ ബ്ലഡ് ഇൻ ദ സ്റ്റൂൾ. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഷിജല്ലോസിസ്. ഷിജല്ല സ്പീഷീസിലുള്ള ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് ഷിജല്ലോസിസ്. അതിനെ തന്നെ ബാസിലറി ഡിസെൻട്രി ഓർ ഷിജല്ലോസിസ്. ഈ ബാസിലറി ഡിസെൻട്രി മെയിനായിട്ടും കോമൺ ആയിട്ടും കോസ് ചെയ്യുന്നത് ഷിജല്ലയാണ്. എന്നാലും ഈ കോളൈ പോലെയുള്ള ബാക്ടീരിയയും അത് കോസ് ചെയ്യാറുണ്ട്. സോ ഷിജല്ലോസിസ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് ഷിജല്ല സ്പീഷീസ് ആണെങ്കിലും ലെസ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് മറ്റ് സ്പീഷീസ് ആയിട്ടുള്ള EIEC, എൻഡറോ ഇൻവേസീവ് എസ്കരീഷ്യ കോളൈ ഉണ്ട്. അതുപോലെ ക്യാമ്പൈലോ ബാക്ടർ, ഇതൊക്കെയും എന്ത് ചെയ്യാറുണ്ട്? അക്യൂട്ട് ബ്ലഡി ഡയറിയ ഓർ ഡിസെൻട്രി വെരി ലെസ് ഓഫൺ ഉണ്ടാക്കാറുണ്ട്. കൂടുതലായിട്ടും ആരാണ് ചെയ്യുന്നത്? ഷിജല്ലോസിസ് ആണ് കൂടുതലായിട്ടും
ഇത് അക്യൂട്ട് ബ്ലഡി ഡയേറിയ അല്ലെങ്കിൽ ബാസിലറി ഡിസെൻട്രി ഉണ്ടാക്കാറുള്ളത്. ദെൻ അത് കൂടാതെ അമീബ, ഇപ്പം മറ്റ് പാരസൈറ്റ്സും കോസ് ചെയ്യാറുണ്ട്. അത് അമീബ കോസ് ചെയ്യും, അതിനെ നമ്മൾ അമീബിയാസിസ് എന്നൊക്കെ പറയും. സോ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ അക്യൂട്ട് ബ്ലഡി ഡയറിയ അല്ലെങ്കിൽ ഡിസെൻട്രിയും WHO ഒരു ഡെഫിനിഷനിൽ വരുന്നതാണ്. പെർസിസ്റ്റന്റ് ഡയറിയ മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ്. പെർസിസ്റ്റന്റ് ഡയറിയ ലാസ്റ്റ് 14 ഡേയ്സ് ഓർ ലോങ്ങർ, അത് 14 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നതാണ് പെർസിസ്റ്റന്റ് ഡയറിയ. സോ WHO ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് 3 കാറ്റഗറീസ് ആണ് ഡയറിയ ഉള്ളത്. അതിൽ അക്യൂട്ട് വാട്ടറി ഡയറിയ ഉണ്ട്, അക്യൂട്ട് ബ്ലഡി ഡയറിയ അതാണ് ഡിസെൻട്രി, ആൻഡ് പെർസിസ്റ്റന്റ് ഡയറിയ. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അക്യൂട്ട് ബ്ലഡി ഡയറിയ ഓർ ഡിസെൻട്രിയെ പറ്റിയിട്ടാണ്. Dysentery is bloody diarrhea, that is any diarrheal episode in which loose or watery stools contain visible red blood. അത് വിസിബിൾ ആയിട്ട് റെഡ് ബ്ലഡ് വെസൽസ് ഡാമേജ് ആയിട്ട് അതിൽ ബ്ലഡ് അടങ്ങിയിട്ടുണ്ടാവും, മ്യൂക്കസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. സോ ഡിസെൻട്രി ഈസ് bloody diarrhea. It can be caused by a number of infectious agents ranging from virus and bacteria to protozoa and parasitic worms. അപ്പോൾ വൈറസ്, ബാക്ടീരിയ, അതുപോലെ പ്രോട്ടോസോവ, പാരസൈറ്റിക് വേംസ് ഒക്കെയും ഇത് കോസ് ചെയ്യും. ഇറ്റ് മേ ഓൾസോ റിസൾട്ട് ഫ്രം കെമിക്കൽ ഇറിറ്റേഷൻ ഓഫ് ഇൻഡസ്റ്റൈൻസ്. അപ്പം യൂഷ്വലി ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ മൂലമാണ് ഇത് ഉണ്ടാവാറുള്ളത്. എന്നാൽ പോലും ചില കേസിൽ കെമിക്കൽ ഇറിറ്റേഷൻ ഓഫ് ഇൻഡസ്റ്റൈൻസ് കാരണം, ഇപ്പം ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ആക്സിഡൻ്റലി നമ്മളുടെ ബോഡിയിൽ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസോ എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസസോ ഒക്കെ ഉള്ളിൽ ചെല്ലുന്നത് കാരണവും ഇത് ഉണ്ടാവാറുണ്ട്. ഇനി കോമൺ ആയിട്ട് ഡിസെൻട്രി ഉണ്ടാക്കാറുള്ള ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഷിജെല്ല, ക്യാമ്പൈലോബാക്ടർ, സാൽമോണല്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഷിജെല്ല, ക്യാമ്പൈലോബാക്ടർ, സാൽമോണല്ല ഒക്കെ ബാക്ടീരിയയാണ് ഡിസെൻട്രി കോസ് ചെയ്യുന്നത്. ഇനി ഷിസ്റ്റോസോമ മെൻസോണി. ഷിസ്റ്റോസോമ മെൻസോണി എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിക് വേം ആണ്. ഇതിന്റെ എഗ്സ് നമ്മളുടെ ഇൻഡസ്റ്റൈനിൽ ട്രാപ്പ് ആവും, അങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതാണ്. ഇൻഡസ്റ്റൈനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അത് കാരണം ഈ ബ്ലഡി ഡയറിയ അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്രാംസ് ഒക്കെ ഉണ്ടാവും. സോ അതാണ് ഷിസ്റ്റോസോമ മെൻസോണി. എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക. എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക കോസ് ചെയ്യുന്നതാണ് അമീബിക് ഡിസെൻറ്ററി അഥവാ അമീബിയാസിസ് എന്ന് നമ്മൾ പറയും. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. സോ യൂഷ്വലി ഇത് മെയിൻ ആയിട്ട് വരുന്ന 2 ആൾക്കാരാണ്, ഷിജെല്ലയും എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്കയും. ഷിജെല്ല ബാക്ടീരിയയാണ്, എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്നത് പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. സോ ഇതാണ് ബാക്ടീരിയ ആൻഡ് പാരസൈറ്റ്സ് കോസിങ് ഡിസെൻട്രി. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. Moreover, in some cases, it is associated with the protozoal agent of Entamoeba histolytica due to failure in antibiotic treatment of suspected Shigella infection. ഇപ്പോൾ പലപ്പോഴും ഷിജെല്ല ഇൻഫെക്ഷൻ കോമൺലി ഡിസെൻട്രി ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ബാസിലറി ഡിസെൻട്രി ആവാം, ഷിജെല്ല ഇൻഫെക്ഷൻ ആവാം എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്ന ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്, പക്ഷെ അത് പലപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ പ്രോട്ടോസോവൽ ഏജന്റ് ആയിട്ടുള്ള എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആയിരിക്കും ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. സോ പലപ്പോഴും അത് മാറിപ്പോവാനായിട്ടുള്ള ചാൻസസും ഉണ്ടാവാറുണ്ട്. Or observation of amoeba trophozoites consisting of red blood cells in the faces. ഈ ട്രോഫോസോയിഡ്സ് ഒക്കെ എന്താണ് എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ പഠിക്കും. സോ പ്രൈമറി ഡിഫറൻഷിയേറ്റിംഗ് സിംറ്റം ഫ്രം ജനറൽ ഡയറിയ. അപ്പോൾ ഈ ഡിസെൻറ്ററിയെ പ്രധാനമായിട്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു, പ്രസൻസ് ഓഫ് ബ്ലഡ് ഓർ മ്യൂക്കസ് ഇൻ സ്റ്റൂൾ, അക്യൂട്ട് ബ്ലഡി ഡയറിയ. സോ അക്യൂട്ട് ബ്ലഡി ഡയറിയ ആണ് ഡിസെൻട്രി. ഡയറിയ ആൻഡ് ഡിസെൻട്രിയെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഡയറിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വാട്ടറി സ്റ്റൂൾ, എന്നാൽ ഡിസെൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബ്ലഡ് ഓർ മ്യൂക്കസ് കാണും. ഡിസെൻട്രി ക്യാൻ ബി ഫേറ്റൽ ആസ് ഇറ്റ് കോസ് സിവിയർ ഡീഹൈഡ്രേഷൻ. ഇപ്പം ഡയറിയേക്കാളിലും കൂടുതൽ ഫേറ്റൽ ആവുന്നത് എന്താണ്? ഡിസെൻട്രി ആണ്. അത് കാരണം സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ പലപ്പോഴും അത് ഫേറ്റൽ ആവും. Proper management of cases of the environment, including safe water, sanitation is essential in affected areas. So അതെങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ഡിസെൻട്രി. കോസേറ്റീവ് ഏജൻറ്റ്സ് ഓഫ് ഫുഡ്ബോൺ ഡിസെൻട്രി. Two main causes of dysentery are bacterial and parasitic. സോ മെയിൻ ആയിട്ടും 2 കോസസ് ആരാണ്? ഒന്ന് ബാക്ടീരിയയും ഒന്ന് പാരസൈറ്റ്. അതിൽ തന്നെ ബാക്ടീരിയയിൽ ഷിജല്ലോസിസ്, ബാസിലറി ഡിസെൻട്രി അഥവാ ഷിജല്ലോസിസ് ആണ് ഒരു കാരണം. This is most common form and is used by bacteria of genus Shigella, like Shigella dysenteriae. Shigella dysenteriae type 1 പോലെയുള്ള ഓർഗാനിസംസ് ആണ് യൂഷ്വലി ഇത് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഹൈലി കണ്ടേജിയസ് ആൻഡ് ഓൺലി എ സ്മോൾ നമ്പർ ഓഫ് ഓർഗാനിസംസ് ആർ നീഡഡ് ടു കോസ് ഇൻഫെക്ഷൻ. ഇത് ഹൈലി കണ്ടേജിയസ് ആണ്,
നന്നായിട്ട് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതാണ്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സ്മോൾ നമ്പർ ഓഫ് ഓർഗാനിസംസ് ആർ നീഡഡ് ടു കോസ് ഇൻഫെക്ഷൻ. വെറും ഒരു 10⁻²2 to 10⁻³ സെൽസ് അല്ലെങ്കിൽ അത്രയും ഓർഗാനിസംസ് ഒക്കെ മതി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഷിജല്ലയിൽ. എന്നാൽ ഇപ്പം സാൽമണല്ലയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 10⁻5 to 10⁻8 നമ്പർ ഓഫ് ഓർഗാനിസംസ് ഒക്കെ കോളറ അല്ലെങ്കിൽ സാൽമണലോസിസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വേണ്ടിവരും. പക്ഷെ ഷിജല്ല എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഓർഗാനിസംസ് മാത്രം മതിയാവും. സോ അത് ഒരു മെയിൻ പോയിന്റ് ആണ്. ഷിജല്ലയുടെ കേസിൽ സ്മോൾ നമ്പർ ഓഫ് ഓർഗാനിസംസ് ആർ നീഡഡ് ടു കോസ് ഇൻഫെക്ഷൻ. അടുത്തത് അമീബിക് ഡിസെൻറ്ററി ഓർ അമീബിയാസിസ്. സോ ബാസിലറി ഡിസെൻറ്ററി ആണ് നമ്മൾ പഠിച്ചത്. അത് യൂഷ്വലി ഉണ്ടാക്കുന്നത് ഷിജല്ലയാണ്. 10⁻² to 10⁻³ നമ്പർ ഓഫ് ഓർഗാനിസംസ്, അതായത് ഒരു 100 തൊട്ട് 1000 ഓർഗാനിസംസ് മതി. സാൽമണലിലേക്ക് അപേക്ഷിച്ച് നമ്പർ ഓഫ് ഓർഗാനിസംസ് വളരെ കുറവ് മതി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട്. അടുത്തത് അമീബിക് ഡിസെൻറ്ററി ഓർ അമീബിയാസിസ് ആണ്. അമീബിക് ഡിസെൻറ്ററി ഓർ amoebiasis. This form is caused by protozoan parasite Entamoeba histolytica. So amoebic dysentery അഥവാ amoebiasis കോസ് ചെയ്യുന്നത് ആരാണ്? പ്രോട്ടോസോവൻ പാരസൈറ്റ് ആയിട്ടുള്ള എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക. എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക കോസ് ചെയ്യുന്നതാണ് അമീബിയാസിസ്. ഇറ്റ് ഈസ് മോർ പ്രിവേലന്റ് ഇൻ ട്രോപ്പിക്കൽ ഏരിയാസ് വിത്ത് പുവർ സാനിറ്റേഷൻ. സോ ഈ പറഞ്ഞത് തന്നെ നമ്മളൊരു ടേബിൾ ഫോമിലാക്കിയേക്കാണ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്. ഇപ്പോൾ ബാസിലറി ഡിസെൻട്രി ആൻഡ് അമീബിക് ഡിസെൻട്രി. അവിടെ കോസേറ്റീവ് ഏജന്റ് ആരാണ്? ബാസിലറി ഡിസെൻട്രിയിലെ ബാക്ടീരിയ, മോസ്റ്റ് കോമൺലി ഷിജല്ല സ്പീഷീസ്, ഷിജല്ലോസിസ് ഉണ്ടാക്കുന്നത് കോമൺ ആയിട്ടും ഷിജല്ലയാണ്. എന്നാലും ഇറ്റ് ഈസ് ഓൾസോ കോസ്ഡ് ബൈ സെർട്ടൈൻ സ്ട്രെയിൻസ് ഓഫ് ഇ കോളൈ, എസ്പെഷ്യലി എൻറ്ററോ ഇൻവേസീവ് എസ്കരീഷ്യ കോളൈ ആണ് പറയുന്നത്. എൻറ്ററോ ഇൻവേസീവ് എസ്കരീഷ്യ കോളൈ ആണ് യൂഷ്വലി കോസ് ചെയ്യുന്നത്. സാൽമണല്ല കോസ് ചെയ്യാറുണ്ട് ഈ ഒരു ഇൻഫെക്ഷൻ. അതുപോലെ ചിലപ്പോൾ ക്യാമ്പൈലോബാക്ടർ, ലെസ് ഓഫൺ ആണ് ക്യാമ്പൈലോബാക്ടർ, സാൽമണല്ല, ഈ കോളയൊക്കെ. കൂടുതലായിട്ടും ആരാണ് ബാസിലറി ഡിസെൻട്രി കോസ് ചെയ്യുന്നത്? ഷിജല്ല ബാക്ടീരിയയാണ്. സോ കോമൺ നെയിം ഈസ് ഷിജല്ലോസിസ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ആണ്. സിംറ്റംസ് ഓഫൺ അപ്പിയർ വിത്തിൻ 1 to 3 days. ഈ ഒരു ബാക്ടീരിയ നമ്മളുടെ ഉള്ളിൽ ചെന്നിട്ട് സിംറ്റംസ് കാണിക്കുന്നത് 1 to 3 ഡേയ്സിലാണ്. സോ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് 1 to 3 days ആണ്. ടിപ്പിക്കലി ഇൻവോൾവ്സ് ഹൈ ഫീവർ ആൻഡ് ബ്ലഡി മ്യൂക്കോയിഡ് സ്റ്റൂൾസ്. അപ്പോൾ അവിടെ ഹൈ ഫീവർ ഒരു സിംറ്റം ആണ്, ബ്ലഡി മ്യൂക്കോയിഡ് സ്റ്റൂൾസ്, അബ്ഡോമിനൽ പെയിൻ ഒക്കെയും സിംറ്റംസ് ആയിട്ട് വരും. അടുത്തത് അമീബിക് ഡിസെൻട്രി ആണ്, വിച്ച് ഇസ് എ പാരസൈറ്റ്, ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക കോസ് ചെയ്യുന്നു. അമീബിയാസിസ് ആണ് അതിൻ്റെ കോമൺ നെയിം. മോർ പ്രിവേലന്റ് ഇൻ ട്രോപ്പിക്കൽ ഏരിയാസ് വിത്ത് പുവർ സാനിറ്റേഷൻ. may lead to complications like amoebic liver abscess if untreated. സോ ഇതിൽ അമീബിക് ലിവർ ആബ്സസ് എന്ന് പറയുന്നത് എന്താണ്? അമീബിക് ലിവർ ആബ്സസ് ഈ ഒരു ഓർഗാനിസം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് എങ്ങനെയാണ്? ഫീക്കലി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയായിരിക്കും യൂഷ്വലി എത്തുന്നത്. സോ ഇങ്ങനെ ഈ ഓർഗാനിസം നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വോളിലേക്ക് പെനട്രേറ്റ് ചെയ്യും. ഇതാദ്യം ഈ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഒരു കോളനി ഫോം ചെയ്യും. അങ്ങനെ ഇത് പെനട്രേറ്റ് ചെയ്ത് ഇൻറ്റസ്റ്റൈനൽ വോളിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലെത്തും. അങ്ങനെ പോർട്ടൽ വെയിൻ വഴി എന്ത് ചെയ്യുന്നു? നേരെ ലിവറിൽ ചെല്ലുന്നു. അങ്ങനെ ഈ ലിവറിൽ ചെന്നിട്ട് ഇത് ടോക്സിക് ആയിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിക് ആയിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ പസ്സൊക്കെ ഫോം ചെയ്തതിന് ശേഷം ഒരു ആബ്സസ് ഫോം ചെയ്യും. സോ ഇതിനെയാണ് അമീബിക് ലിവർ ആബ്സസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓർഗാനിസം യൂഷ്വലി ഫീക്കലി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലാറുള്ളത്. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. താങ്ക് യു.